രാവിലെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഏതായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. രാവിലെ ആദ്യം അത് ചെയ്യട്ടെ. പിന്നെ കുട പുതിയ വാങ്ങിയ കുട ഉണ്ടല്ലോ, അപ്പോൾ നല്ല കുടയൊക്കെ എടുത്ത് പോട്ടെ. നമ്മൾ പുതിയ കുട അപ്പോൾ രാവിലെ ഏതായാലും നമ്മളിതാ പന്തലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പന്തലൂർ ടൗണിലെത്തി. അത്യാവശ്യം നല്ല മഴ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ നാട് തന്നെയാണ്. അപ്പോൾ ഇനി നേരെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് അമ്പലത്തേക്ക് ഉള്ള റോഡാണ്. അപ്പോൾ അങ്ങനെയാണ് പോവാം. നല്ല മഴയാണ്. അപ്പോൾ അമ്പലത്തേക്കുള്ള അമ്പലത്തിൻ്റെ മുന്നിലൂടെയുള്ള വഴിയാണ്. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ അമ്പലം. അതായത് ഞങ്ങളുടെ തറവാട് വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ അതായത് 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്തലൂർ ഭഗവതി ക്ഷേത്രം. അപ്പം അങ്ങനെ പ്രദക്ഷിണം ചെയ്യാണ്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ചാറ്റൽ മഴ ഉണ്ട്. ക്ഷേത്ര ചരിത്രം ഒക്കെ ഉൾപ്പെടുന്ന വിശദമായ വീഡിയോ നമ്മൾ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനലിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ക്ഷേത്രത്തിന് അതുകൊണ്ടാണ് നമ്മൾ വിശദമായ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാത്തത്. വിശദമായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേട്ടേക്കുരുമകൻ പാട്ടാഘോഷം, അതുപോലെ അഖണ്ഡനാമം, അങ്ങനെയുള്ള സമയങ്ങളിലും സ്പെഷ്യൽ വീഡിയോകൾ നമ്മൾ ചെയ്യലുണ്ട്. ഉത്സവത്തിൻ്റെയൊക്കെ. ഇതാണ് ക്ഷേത്രക്കുളം. ഇവിടെ നിന്നാണ് ഞാനൊക്കെ നീന്തൽ ഈ ഒരു കുളത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോയി.
ഇനിയിപ്പോൾ അങ്ങനെ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇപ്പോൾ ഇവിടുന്ന് അധികം ദൂരമല്ല മഞ്ചേരിക്ക്, അതായത് ഈ ഒരു പന്തലൂരിൽ നിന്ന് ഇതിലെങ്ങനെ പോയി ടൗൺ വഴി അങ്ങനെ ഉണ്ട് മഞ്ചേരിക്ക് പോവാണ് ചെയ്യുന്നത്. അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചായ പലഹാരം അതാണ് ഇന്നിപ്പോൾ ദോശ സാമ്പാർ. അപ്പോൾ ചായ പലഹാരത്തിന് ഇനിയിപ്പോൾ അതായി, അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാൻ. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ആ ഒരു കടയിൽ നിന്ന് നമ്മൾ ഉഴുന്നുവട, അതുകൊണ്ടാണ് ഞാൻ വന്നത്, അത് പാർസൽ വാങ്ങി. പ്രാതൽ നമ്മുടെ ചായ പലഹാരം അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ് വന്നു. സ്പെഷ്യൽ കേക്ക് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക്. നമുക്കും അത് എനിക്കും അറിയാം. അതായത് നമ്മുടെ ക്രീം അല്ലാത്തത് ലൈറ്റിൻ്റെ ഈ ഒരു കേക്ക്, ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട കേക്ക്. ഇപ്പോൾ മുട്ടായി നല്ല മുട്ടായിയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ളൊരു ചെറിയൊരു പിറന്നാൾ സദ്യ, അതിനുള്ള ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടിക്കുള്ളതാണ്. സാമ്പാറും പിന്നെ മത്തനും പയറുള്ള ഓലൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇനി ഒരു മെഴുക്കുവരട്ടിക്കുള്ളത് പാവയ്ക്കയും പയറുമാണ്, അതായത് നമ്മളെ പച്ചപ്പയർ. ഞാൻ അതൊക്കെ ഉണ്ടാക്കട്ടെ. അങ്ങനെ
ഓരോന്നോരോന്ന് അങ്ങനെ പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ വന്ന ശേഷം തന്നെ. പിന്നെ സാമ്പാർ ആദ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ. സാമ്പാർ നമ്മൾ രാവിലെ എണീറ്റ് ഉണ്ടാക്കി. നമ്മൾ ദോശയ്ക്കും കൂടിയും കണക്കാക്കി ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ ഇത് മാങ്ങാപ്പെരിക്കനിലാണ്. നമുക്ക് എന്ന് വെച്ചാൽ അധികം വിഭവങ്ങളില്ല, ഒരു സാധാരണ ഒരു സദ്യ. അപ്പോൾ അതിലേക്കുള്ള ഓരോ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഇനി പായസം ഉണ്ടാക്കാൻ. പായസം പിന്നെ എന്താ വെച്ചാൽ സേമിയ പായസമാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെ ഊണ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ പായസം. അപ്പം അങ്ങനെ ഓരോന്നും നമ്മൾ ഒക്കെ എങ്ങനെയുണ്ട് ഉണ്ടാക്കി വന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഊണ് കഴിക്കുകയായി. ഇപ്പം എല്ലാം റെഡിയായി, എല്ലാ വിഭവങ്ങളും റെഡിയായി. അധികം വിഭവങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഏതായാലും അമ്മയ്ക്ക് ആദ്യം കൊടുക്കുകയാണ് ഞാൻ. ഓരോന്നങ്ങനെ വിളമ്പി കൊടുക്കാം അമ്മയ്ക്ക്. ഇലയെ തന്നെയാണ് മാങ്ങാപ്പെരുക്കും എല്ലാം വിളമ്പി. ഇനിയിപ്പോൾ ഏതായാലും ഇത് എനിക്കുള്ളതാണ്. അപ്പോൾ ഊണൊഴിക്കൽ കഴിഞ്ഞ് ശേഷം ഒരു സേമിയ പായസം, വളരെ കുറച്ചേ ഉള്ളത്. ആ ഒരു പാത്രം ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് നമുക്ക് ഉള്ള പോലെ തോന്നും, വളരെ കുറച്ചേ ഉള്ളൂ. ചെറിയൊരു പാത്രത്തിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ പിറന്നാൾ ദിനത്തിലെ വിശേഷങ്ങൾ. വളരെ ചെറിയ ഒരു തോതിലുള്ളൊരു പിറന്നാൾ സദ്യ. ഇനിയിപ്പോൾ ഊണ് കഴിഞ്ഞ ശേഷമുള്ള പായസം. നന്നായിരിക്കും അല്ലേ?